എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ JK തുമ്പക്കാരൻ. ഇന്ന് ഏറ്റവും ഒരു പുതിയ തരം പ്രസൻറ്റേഷൻ നമ്മുടെ ആരോഗ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ ഒരു ദൃശ്യ മാധ്യമങ്ങളും ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു അറിവും കിട്ടിയിട്ടില്ല. അതായത് കോൺഗ്രസ്സുകാർ മർദ്ദിച്ചു, തലയ്ക്കും കൈയുമൊക്കെ പരിക്കേറ്റു, നല്ല പ്രസൻറ്റേഷൻ. എന്തായിരുന്നാലും ഇത് ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ച് കുറച്ച് വോട്ട് വാങ്ങാം എന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ കേരളത്തിൽ ഉള്ള ആൾക്കാർ എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ്. എന്നാൽ ഇത് ഇത്തിരി അധിക പ്രസംഗമായി പോയി. ഇവർ മുൻ കാലങ്ങളിൽ കലോത്സവങ്ങളിൽ പല മത്സരങ്ങളും പങ്കെടുക്കുമായിരുന്നു, അതിൽ വിജയം കൈവരിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ട്രയൽ രൂപേണ ഇപ്പോൾ ഒന്ന് നടത്തി നോക്കി, അത് കണ്ണൂരിൽ. ഇപ്പോൾ സഹാക്കൾ അതിൻ്റെ പേരിൽ അഴിഞ്ഞാടുകയാണ്. കാണുന്ന കോൺഗ്രസിൻ്റെ കൊടികളും മറ്റുമൊക്കെ അഴിച്ചങ്ങോട്ട് തീയിടൽ എല്ലാ പരിപാടിയും തുടങ്ങി. ഈ മന്ത്രി പോയപ്പോൾ മന്ത്രിക്ക് വേണ്ടിയിരുന്ന സുരക്ഷ ഒരുക്കിയിരുന്നില്ല. അപ്പോൾ അതൊന്നും മനസ്സിലാക്കേണ്ടത്, ഇതൊരു നാടകം സംഘടിപ്പിക്കുക, ഒരു സംവിധാനം ഉണ്ടാക്കുക, അതിലൂടെ കുറച്ച് ഒരു സഹതാപ തരംഗം കണ്ടെത്തുക, ഒന്നുമില്ല. ഇവിടെ അത് ചീറ്റിപ്പോയി. മനുഷ്യർക്കെല്ലാം അറിയാം, ഈ നാടകം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇവർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴന്ന് പറഞ്ഞ് ഇത് ആടാത്ത കപ്പലാണ്, ആടി ഉരയാത്ത കപ്പലാണ്, കപ്പലിനൊരു കപ്പിത്താനുണ്ട്. ഇപ്പോൾ പാവം കപ്പിത്താൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. അദ്ദേഹത്തിന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിനും ഒരു ഇതില്ല. ഇപ്പോൾ കപ്പലെങ്ങാണ്ട് ഉൾക്കടലിൽ യാതൊരു ലക്ഷ്യവുമില്ലാതെ ഈ ഒഴുക്കിനനുസരിച്ച് ഒഴുകി നടക്കുന്നതായിട്ടാണ് അറിയുന്നത്. അപ്പോൾ ആരോഗ്യമന്ത്രി അതിനെ കെട്ടിപ്പിടിക്കാൻ കുറേ വടങ്ങളും ഫസ്റ്റ് എയ്ഡുമായിട്ടൊക്കെ പോകേണ്ട സമയത്ത് ഇതൊരു ഗിമിക്സ് കൂടെ ഇറക്കി പോകാമെന്ന് വിചാരിച്ചു. അതായത് കപ്പൽ ഇനി കിട്ടില്ല, അത് പോയി കഴിഞ്ഞു, കപ്പിത്താനെ തിരഞ്ഞു പിടിക്കണം. ഇപ്പോൾ കപ്പിത്താനെന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കെൽട്ടനേ ഉള്ളൂ, മൈൻഡൊന്നും ഇവിടെ ഇല്ല. അതായത് കര കാണാ കടലിൽ അകപ്പെട്ടിരിക്കുകയാണ്. അത് അതായത് ആരോഗ്യമന്ത്രി ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാലും നിങ്ങളുടെ ഇത്രയും നാളത്തെ ആ ഒരു ഭരണ രീതി, ആ മികവ് ഏറ്റവും നന്നായിരുന്നു. അത് ആരുടെയൊക്കെ വയറ്റിൽ കത്തിരി കയറ്റുക, കൈ വയ്യാത്തവന് ചേർന്നതിൻ്റെ അതിൻ്റെ കണ്ണിനതൊക്കെ കാട്ടിക്കൂട്ടുക. കാര്യം ഒരു സ്ഥിരതയില്ല. കാരണം ഡോക്ടേഴ്സും അവരും മനുഷ്യരാണ്, അവരെയും ഭ്രാന്തി പിടിപ്പിക്കാൻ അവർക്കും ഏതാണ്ട് വട്ടായിപ്പോയി. അതുകൊണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കണം, പണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലെറിഞ്ഞ് മുറിവെടുത്തിയ DFIക്കാരാണ് ഇപ്പോൾ കൊടി കത്തിക്കാൻ നടക്കുന്നത്. അന്ന് ആ കല്ലെറിഞ്ഞവനെ ഉമ്മൻചാണ്ടി പറഞ്ഞത് വെറുതെ വിട്ടേക്കൂ, കേസ് വേണ്ട. ഇപ്പോൾ ഇവിടെ ആൾക്കാർക്ക് അറസ്റ്റ് തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്, അറസ്റ്റൊക്കെ തുടങ്ങി. ഇവർക്ക് നാണമില്ലേ? ഇവർക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇതൊന്നും ഈ നാടകമൊന്നും കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങൾ ഈ സഹതാപ വോട്ടിനുവേണ്ടി എന്ത് നാടകം കാണിച്ചാലും ആൾക്കാരെ മൈൻഡ് ചെയ്യില്ല. പത്തനംതിട്ടയിൽ നിങ്ങൾ ജയിച്ചാൽ നിങ്ങളത് ചിന്തിക്കേണ്ട. കാരണം അവിടെ നിന്ന് നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ നിങ്ങളെ വെറുത്തിരിക്കുകയാണ്. സോ കഴിയുന്നതും ഉള്ള ആ ഒരു ബഹുമാനം കളയാതെയെങ്കിലും സൂക്ഷിക്കുക. കണ്ണൂരിപ്പോൾ ഇങ്ങനെയുള്ള നാടകങ്ങളും ഗിമ്മിക്സും ഒക്കെ കാണിക്കേണ്ട, അവിടെ ഒന്നും കാണികളൊന്നുമില്ല. കാണും, കുറേ പാർട്ടിക്കാരൊക്കെ കാണും സപ്പോർട്ട് ചെയ്യാൻ. എന്തായിരുന്നാലും നിങ്ങൾ ആ ഹോസ്പിറ്റൽ രംഗങ്ങളൊക്കെ കാണാനിടയായി. അപാരം, നിങ്ങളുടെ അഭിനയം അപാരം. നിങ്ങൾ ഒരിക്കലും പ്രാക്ടിക്കലായ ഒരു മന്ത്രിയല്ല, ഇൻപ്രാക്ടിക്കലാണ്. ഇനിയെങ്കിലും എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങളെ ഒരു മന്ത്രിയാക്കാനും
ഇങ്ങനെ ഒരു MLA ആക്കാൻ ശ്രമിച്ച കുറേ മതമേലധ്യക്ഷന്മാരുണ്ട്. അവരുടെ മുന്നിൽ വെച്ചാണല്ലോ സത്യപ്രതിജ്ഞയിൽ നിങ്ങൾ പറഞ്ഞത് ഇതൊരു ഉറിയാത്ത കപ്പലാണ്, ആടാത്ത കപ്പലാണ്, കപ്പിത്താൻ സ്ട്രോങ് ആണൊക്കെ. ഇപ്പോൾ ഇവിടെ കപ്പിത്താനും കാണുന്നില്ല, കപ്പലും കാണുന്നില്ല. പ്രസംഗിച്ച് നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധമില്ലാതുള്ള യാത്രകളാണ്. പ്ലീസ് ഇതിനൊരു അന്ത്യം കൊടുക്കുക. ഇത് കേരളമാണ്. നിങ്ങൾ ചെയ്ത സംഭാവനകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മനുഷ്യനെ കഷ്ടപ്പെടുത്താനും സൗകര്യങ്ങൾ ഇല്ലാതാക്കാനും ഒരു നല്ലൊരു ആരോഗ്യ മേഖല ഇല്ലാതാക്കാനും നിങ്ങൾ ശ്രമിച്ചു. അതിൻ്റെ അവാർഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. നിങ്ങൾക്ക് ഇനി കിട്ടുന്നത് നിങ്ങളുടെ ഇലക്ഷൻ സമയത്ത് ജനങ്ങൾ നിങ്ങൾക്ക് നല്ലത് നോക്കി വച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കുക. ഇനിയെങ്കിലും ഇങ്ങനെ വില കുറഞ്ഞ നാടകങ്ങൾ നടത്താതിരിക്കുക. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നാണക്കേടാണ്. നിങ്ങളുടെ ഒരു മന്ത്രിയുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളൊരു പണ്ട് ഈ ന്യൂസ് വായിക്കുന്നൊരു ജോലി ഉണ്ടായിരുന്നു. ഏത് കള്ളം വിളിച്ച് പറയാൻ നിങ്ങൾ പണ്ടേ അതിലൊക്കെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്നും ഉളുപ്പൊന്നുമില്ല. നിങ്ങൾക്ക് ഉളുപ്പ് കാണത്തുമില്ല. എനിവേ കാണാം. മന്ത്രിക്ക് ഒന്ന് ക്ഷീണമൊക്കെ മാറി നാളത്തെ വന്ദേ ഭാരതിൽ വീട്ടിലെത്തുക. താങ്ക് യു.